ഞാൻ ഇന്ന് തന്നെ ഒരു വാർത്ത കണ്ടത്, എനിക്ക് ഒരുപാട് മണ്ഡലങ്ങൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സഹപ്രവർത്തകന്മാർ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ ഞാൻ സന്തോഷത്തോടുകൂടി നോക്കി കാണുകയാണ്. എല്ലാ സ്ഥലത്തും എനിക്ക് കൂട്ടുകാരുണ്ട്, അതിൽ മാധ്യമപ്രവർത്തകരുമുണ്ട്, അതിലെൻ്റെ സഹപ്രവർത്തകരുമുണ്ട്. എനിക്ക് പാർട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാൻ എനിക്കൊരവസരം നൽകിയാൽ എല്ലാ മണ്ഡലങ്ങളിലും 1/2 ഡസനിലധികം വരുന്ന മണ്ഡലങ്ങൾ എന്നെ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ 1/2 ഡസനിലധികം വരുന്ന മണ്ഡലങ്ങളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗം നടത്താമല്ലോ. കാരണം ഒരു 9 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അതും ഞാനൊരു റിക്വസ്റ്റ് നമ്മുടെ അഖിലേന്ത്യാ പ്രഭാരിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പാർട്ടി പറഞ്ഞു എന്നിരിക്കട്ടെ, നിർബന്ധമായിട്ട് നിങ്ങളൊരു സ്ഥലത്ത് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ 2004-ൽ 4500ഓളം വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഞാൻ മത്സരിച്ച ആളാണ്. അന്നും വോട്ട് ഡബിൾ ആക്കിയിട്ട് അവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 11,000-11,000-നടുത്ത് വോട്ടുകൾ അന്ന് ആ മണ്ഡലത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് പോവുക, അതിൽ ഒരു ഉപകരണമായി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി സഹപ്രവർത്തകരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ വലിയ ഒരു മാറ്റത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വേദിയൊരുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള സ്ഥലങ്ങൾ എനിക്ക് ഫേവറിറ്റ് ആണ് എന്നുള്ളതാണ്. അല്ല, ആ ചോദ്യത്തിൻ്റെ ഉത്തരമേ കഴിഞ്ഞു. ഒന്നാമതായിട്ട് എനിക്ക് മത്സരിക്കാനായിട്ട് ഞാൻ സംസ്ഥാന ഘടകത്തോടോ പ്രസിഡന്റിനോടോ അഖിലേന്ത്യാ ഘടകത്തിനോടോ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കിഷ്ടം പ്രചാരണത്തിന് നേതൃത്വം നൽകാനാണ് എന്നാണ്. രണ്ടാമതായി, പാർട്ടിക്ക് അത്തരത്തിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ ഞാൻ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാം എന്നുള്ളതാണ്. അല്ല, മിസ്റ്റർ കിഷോർ ബാബു ഭാരതീയ ജനതാ പാർട്ടിക്ക് അകത്തേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആലപ്പുഴ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തെ ശ്രീമാൻ KC വേണുഗോപാൽ ഭയപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഇന്നലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ആലപ്പുഴയിലും അത് കഴിഞ്ഞ് പിന്നീട് ഒരു ചർച്ചയിൽ നമ്മുടെ മിസ്റ്റർ ലിജുവിൻ്റെ വാക്കുകൾ ഞാൻ കേൾക്കുകയുണ്ടായി. ഞാനും ആ ചർച്ചയിൽ പോയിരുന്നു, മനോരമ ചാനലിലായിരുന്നു. ലിജു പറഞ്ഞത് തിരുവനന്തപുരം ആലപ്പുഴയിലും ആവർത്തിക്കും, തൃശ്ശൂർ ആലപ്പുഴയിലും ആവർത്തിക്കുമെന്നായിരുന്നു. അതായത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അന്ന് ലിജു പറയുകയുണ്ടായി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പക്ഷേ അവിടെ കുറച്ച് നാൾ മുൻപ് പോയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ചേച്ചിയായിട്ടോ എന്നെ ജയിച്ച MP ആയിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് തീർച്ചയായിട്ടും BJPക്ക് ഗുണകരമാണ്. പല കാര്യങ്ങളും ഞങ്ങൾക്ക് പഠിക്കാനും പരിശോധിക്കാനും ഒക്കെ പറ്റും. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് പല നേതാക്കന്മാരെയും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, വോട്ട് പിടിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ സ്നേഹിക്കുന്നതും ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഹൃദയത്തിൽ വയ്ക്കുന്നതും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള നേതാക്കന്മാരെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടത്, കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 90 വയസ്സിനോടടുത്ത് 80 വയസ്സ് കഴിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട പത്മിനി ടീച്ചർ, ആ പത്മിനി ടീച്ചർ ബസ് കയറിയിട്ട്, ആലോചിക്കണം, കണ്ണൂരിൽ നിന്ന് ബസ് കയറിയിട്ട് അമിത്ഷാജിയെ കാണാൻ വന്ന് ഈ കോമ്പൗണ്ടിൽ നമ്മളിരിക്കുന്ന ഈ സ്ഥലത്ത് മാരാർജിയുടെ പ്രതിമയെ നോക്കി നിൽക്കുമ്പോൾ ആ പത്മിനി ടീച്ചർ അരികിലേക്ക് കടന്നു വന്ന എന്നെ പത്മിനി ടീച്ചർ കെട്ടിപ്പിടിച്ചപ്പോൾ ടീച്ചറും കരഞ്ഞു, എൻ്റെ കണ്ണിലും ആ നനവ് പടർന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ഇരട്ടിയാക്കുന്നതും ജനങ്ങളുടെ സ്നേഹമാണ്. എന്നാൽ BJPയുടെ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പ്രവർത്തകനും നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്തവർ, മരണമടഞ്ഞ ബലിദാനികൾ, ഈ പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ് മാത്രം നോക്കി സുരേന്ദ്രനാവട്ടെ, ശോഭാ സുരേന്ദ്രനാവട്ടെ, ശ്രീ V മുരളീധരനാകട്ടെ, ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ, ഒരു വ്യക്തിയോടുമല്ല പ്രതിബദ്ധത എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോടും ഞങ്ങളുടെ കൊടിയോടുമാണ് എന്ന് പറയുന്ന ആ പ്രവർത്തകന്മാർക്ക് അവരങ്ങനെ പറയും. വോട്ട് കൂടുതൽ കിട്ടുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അവർക്കൊരു ഇഷ്ടം കൂടുതൽ തോന്നാം എന്ന് മാത്രമേ ഉള്ളൂ.
അല്ലാതെ ഞാനാണ് ആ ചോദ്യത്തിന് ഉത്തരം എന്താണ്? അതിന് ഞാനൊന്ന് ചിരിച്ചാലോ ഞാനൊന്ന് മൂളിയാലോ ബ്രേക്കിംഗ് ന്യൂസാണ് മോൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചേച്ചി കുറച്ചുകൂടി കേരളത്തിൽ നിന്നോട്ടെ എന്നാണ് എനിക്കുള്ള ഒരു അഭ്യർത്ഥന.